وإلى حضرات وإلى حضرة شيخنا تاج العلماء ونور العلماء وسيد محمد عمر الفاروق البخاري وجدنا سيد شاف الحميد البخاري قدس الله أسرارهم ونفعنا بعلومهم وكافة أهل بيت رسول الله صلى الله عليه وسلم. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم بحقوقهم. ربنا ادخلنا برحمتك في عبادك الصالحين الرحم الراحيم يا الله ملك الملوك يا الله. ഇവിടെ ധാരാളം അഹ്ലു ബൈത്ത് മറവിട്ട് കിടക്കുന്ന ഈ പരിസരങ്ങളെ കണ്ണൂർ ജില്ലയിൽ എഴുമലയിൽ എട്ടിക്കുളത്ത് തൃക്കരിപ്പൂര് ബീരിശ്ശേരിയിൽ കവായിൽ അങ്ങനെ തുടങ്ങി ധാരാളം മൗലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ വളവട്ടടത്ത് അതുപോലെ തന്നെ കണ്ണൂർ സിറ്റിയിൽ ഇങ്ങനെ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ എണ്ണമറ്റ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ എല്ലാവരിലേക്കും ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദനി എത്തിക്കണേ അല്ലാഹ്. അവരെല്ലാവരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സദസ്സിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ നീ ഇഷ്ടം വെക്കാൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഇഷ്ടം വെക്കുന്നു റബ്ബേ. അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കാൻ കൽപ്പിച്ച ഞങ്ങൾ പ്രിയം വെച്ചു റബ്ബേ. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, നിന്നിലേക്ക് യാചിക്കുന്ന കൈ തട്ടല്ല റബ്ബേ. ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാര് മശായിഖുമാര് ഭാര്യ സന്താനങ്ങള് ബന്ധുമിത്രാദികള് കുടുംബാംഗങ്ങള് അയൽവാസികള് ഗുണകാംക്ഷികള് സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു സർവ്വരും വന്ന തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാഹ്. വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളില്ല ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖൽബ് ശുദ്ധീകരിക്കണേ അല്ലാഹ്. കാമിലായ ഈമാൻ നീ നൽകണേ അല്ലാഹ്. ഇബ്ലീസുൽ ലഈനിന്റെ ശർറിൽ നീ പെടുത്തല്ല അല്ലാഹ്. യാ ഷാഫി അല്ലാഹ്, യാ കാഫി അല്ലാഹ്, യാ മുആഫി അല്ലാഹ്. ഈ നേർച്ചയിലേക്ക് അരി മാംസങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നവര് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായിക്കുന്നവര് പ്രവർത്തകര് വളണ്ടിയർമാര് ഖാദിമീങ്ങള് ഇതിന്റെ ഏതെല്ലാം നിലക്ക് കഷ്ടപ്പെടുന്നു സഹായിക്കുന്നു ഈ സ്ഥലം വിട്ടുതന്നവര് പരിസരവാസികള് അവരുമായി ഭക്ഷണം പാകം ചെയ്യുന്നവര് അത് വിതരണം ചെയ്യുന്നവര് അങ്ങനെ തുടങ്ങി എല്ലാവരും നാടും വീടും പേരും നിനക്കറിയാം അല്ലാഹ്. സർവ്വരും വന്ന തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാഹ്. സർവ്വരും ശാരീരികവും മാനസികവും പൈശാചികവുമായ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ സഹോദരിമാര്, ഞങ്ങളുടെ കുടുംബങ്ങള്, സഹോദരങ്ങള്, ഞങ്ങളുടെ ചേട്ടാനുജന്മാര്, ഞങ്ങളുടെ ഭാര്യ മക്കൾ ബന്ധുക്കൾ കുടുംബങ്ങൾ അയൽവാസികൾ ഗുണകാംക്ഷികൾ ഞങ്ങളുടെ സ്വലാത്ത് മജ്‌ലിസിലേക്ക് വരുന്നവര് റബ്ബേ ഞങ്ങളുടെ പല സാസുകളും ഈ തേനുകൾ ഇവിടുന്ന് 500 രൂപ കൊടുത്ത് തേന്റെ വില കണ്ടുകൊണ്ടല്ല റബ്ബേ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് സർവ്വരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. സർവ്വ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നീ നൽകണേ അല്ലാഹ്. ശാരീരികമോ മാനസികമോ പൈശാചികമോ അസുഖങ്ങൾ നീ നൽകല്ല അല്ലാഹ്. ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ നൽകല്ല അല്ലാഹ്. എയ്ഡ്സ് പ്ലേഗ് നൽകല്ല അല്ലാഹ്. വെള്ളപ്പാണ്ട് കുഷ്ഠം ഭ്രാന്ത് നൽകല്ല അല്ലാഹ്. ആസ്തമ പൈൽസ് എക്സിമ സുരിയാസ് നൽകല്ല അല്ലാഹ്. കൈകാലുകൾ കടച്ചിൽ തരിപ്പ് നൽകല്ല അല്ലാഹ്. ക്ഷീണങ്ങൾ തളർച്ചകൾ അസ്വസ്ഥകൾ നീ നൽകല്ല അല്ലാഹ്. ഹാർട്ടിന്റെ വാളുക്ക് ബ്ലോക്ക് വീക്ക് ലീക്ക് നീ നൽകല്ല അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. തൊഴിൽ രഹിതർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാഹ്. തൊഴിൽ പ്രമോഷൻ നൽകണേ അല്ലാഹ്. ശമ്പള വർധനവ് നീ നൽകണേ അല്ലാഹ്. റബ്ബേ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സ്വാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കൾ ഇരുവീട്ടിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കുടുംബജീവൻ ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും പ്രയാസങ്ങളും വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. റബ്ബേ അകത്ത് ധാരാളം ബീവിമാര് സയ്യിദുമാരുണ്ട് റബ്ബേ. അവരവരുടെ പ്രയാസങ്ങൾ വിഷമങ്ങളിലേക്കറിയാം റബ്ബേ. എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങളൊക്കെയും നീ വീട്ടണേ അല്ലാഹ്. ഖൈറിന്റെ ഖജനാവുകൾ തുറന്നു നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ സ്ഥലം നൽകണേ അല്ലാഹ്. മാന്യമായ പാർപ്പിടം വെച്ച് സന്തോഷത്തോടെ കഴിയാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഹജ്ജ് ഉംറ ആഗ്രഹിച്ചവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഉംറ പുറപ്പെട്ടവരെ പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാവർക്കും നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ്. ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ വർഷം സജീവമായി നമ്മോടൊപ്പം പ്രവർത്തകൻ മരണപ്പെട്ടത് ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം ക്യാൻസർ പിടിച്ച് മരിച്ച സഹോദരൻ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജേഷ്ഠ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, ഞങ്ങളുടെ അമ്മായിയുടെ മകള്, മറ്റു അമ്മായിയുടെ മകന്, അതുപോലെ ഞങ്ങളുടെ എളാമ 3 മാസം മുമ്പ് മരണപ്പെട്ട് അതുപോലെ പലവരും അടുത്തായി മരണപ്പെട്ട റബ്ബേ അവരൊക്കെയും ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബേ മഹാനായ ഗിയാഉൽ മുസ്തഫ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതൃത്വത്തിന് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ സ്ഥാപനം നാൾക്ക് നാൾ ഇസ്സത്ത്
ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. റബ്ബേ അതിന്റെ അവർ മഹാനമുള്ള സഹോദരി സുഖമില്ലാതെ കിടക്കുന്ന നീ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ ഈ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും ഈ സ്റ്റേജിലും സദസ്സുള്ള സാദാത്തുക്കൾ മുതഅല്ലിമീങ്ങൾ ഉലമാക്കൾ നിന്റെ ഖാദിമീങ്ങൾ എല്ലാവരും നീ വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. പരീക്ഷാർത്ഥികൾ നല്ല മാർക്കോടെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. പ്രവാസികൾ എല്ലാ ദുരിതങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല അല്ലാഹ്. സാഹിര്യങ്ങളെ സിഹ്റിൽ പെടുത്തല്ല അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയ ഉമ്മ ഉപ്പ ഉസ്താദുമാര് മശായിഖ്മാർ എല്ലാ ഖബറുകളും നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ദുആ സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഭക്ഷണം വിതരണം ചെയ്യുന്നു. അത് കഴിയുന്നതുവരെ നമ്മളെല്ലാവരും മഹത്തുക്കളെ സാദത്തുക്കളിൽ ആ സാസ് അലങ്കോലപ്പെടുത്തരുത്. എല്ലാവരും കുറച്ച് സ്വലാത്ത് ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കുമാറാവട്ടെ. തബറുക്കിന്റെ ഭക്ഷണം സ്വീകരിച്ചവർ അവിടെ തന്നെ ഇരിക്കുക. പരിപാടി കഴിഞ്ഞിട്ടില്ല. സയ്യിദ് ലിയാഉൽ മുസ്തഫ തങ്ങളുടെ സമാപന പ്രാർത്ഥനയുണ്ടായിരിക്കും. അതിനു മുമ്പ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ നസീഹത്തും മറ്റു സയ്യിദന്മാരുടെ പ്രസംഗങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. എത്തിച്ചതല്ല, അവരവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പറഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദ് അവറുകളെ സമീപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ തങ്ങൾ മർഹൂം ആ മഹാനവറുകളുടെ ആണ്ട് നേർച്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ ഉപ്പായുടെ പേരിൽ നേർച്ചയാക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പ്രയാസങ്ങൾ നീങ്ങുകയും ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുകയും ചെയ്തതിൻ്റെ ശേഷം അവർ നേർച്ചയാക്കുന്ന അരികളും മാംസങ്ങളും കൊണ്ടാണ് ഇന്നിവിടെ ഭക്ഷണം ഒരുക്കിയിട്ട് വിതരണം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മഹാനവറുകളുടെ പേരിൽ നേർച്ചയാക്കിയത് കൊണ്ട് കിട്ടുന്ന ഫലം അത് വലിയ ഫലപ്രദമാണ്. ഒരുപാട് നിരവധി അനവധി കറാമത്തുകൾ ഹയാത്ത് കാലത്ത് തന്നെ കാണിച്ചിരിക്കുന്ന മഹാനുഭാവനാണ് മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദർ തങ്ങൾ എന്ന് നമുക്ക് ഈ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നീട്ടി പറയുകയല്ല. ഈ വന്ന മുഅ്മിനീങ്ങൾ, ഈ വന്ന മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഹാമിദ് കോയമ്മ തങ്ങൾ നമുക്ക് വേണ്ടി ഒന്നുകൂടെ ദുആ ചെയ്തു തരും. ഈ ആളുകളൊക്കെയും ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഇവിടെ വിളിച്ചു വരുത്തിയത് നൂറുകണക്കായിരിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹി ലഹീദ്റുസി തങ്ങളെ സമീപിക്കാറുണ്ട് പല വിഷമങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ചികിത്സയുമായി. അപ്പോഴൊക്കെ ആ സഹോദരികളോടും സഹോദരന്മാരോടും അവരുടെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ശരിയാകുമെന്ന് പറയുന്നത് ഇതേപോലെയുള്ള മജ്ലിസിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. ഈ നാട്ടിലെയും പരനാട്ടിലെയും ഒക്കെ നൂറുകണക്കായ സഹോദര സഹോദരികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു എളിയ ബാധ്യത സാധുക്കളായ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ട് ഒരുപാട് അകലങ്ങളിൽ നിന്ന് പോലും മഹാനായ ഖലീൽ ബുഖാരി തങ്ങളെ പോലെയുള്ള മഹാന്മാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ നാട്ടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടിയിട്ട് ദുആ മജ്ലിസ് ഒരുക്കുന്നത് പൂർവ്വകാലങ്ങളിലെ മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കന്മാരെ കാലഘട്ടങ്ങളിലെ നടന്നു വരുന്ന സമ്പ്രദായമാണ്. വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂല പ്രതിബന്ധ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ മഹാന്മാരുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ ദുആ മജ്ലിസ് സംഘടിപ്പിക്കുക. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് സംഘടിപ്പിച്ചിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് സംഘടിപ്പിച്ചിരുന്നു. അതേപോലെ ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ, അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് സംഘടിപ്പിച്ചിട്ട് നാട്ടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും അവരവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂല പ്രതിബന്ധ സാഹചര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദുആ മജ്ലിസ് സംഘടിപ്പിച്ചത് നമുക്കൊരു മാതൃകയാണ്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു വലിയൊരു ദൗത്യം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹി അൽ-ഹൈദ്രൂസി തങ്ങളുടെ തലയിലുണ്ട്. ആ ഒരു ബാധ്യതയാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ ഇവിടെ ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയല്ല. ഒരുപാട് നീറുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ സമീപിക്കുമ്പോൾ ആ സാധുക്കൾക്ക് വേണ്ടി ദുആയിരന്ന് കൊടുക്കുക, ആ ദുആയിരപ്പിക്കുക എന്നുള്ളത്. ഞാൻ മഹാനവറുകളുടെ ചരിത്രത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. മഹാനായ തങ്ങളവറുകളുടെ ഹയാത്ത് കാലത്ത് 29ാമത്തെ ആണ്ട് നേർച്ച ഇന്ന് നടക്കുമ്പോൾ നമ്മൾ ഓർക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മഹാനവറുകൾക്കുള്ള അംഗീകാരം ഈ കാണുന്ന നമ്മുടെ ഈ സംഗമമല്ല. മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അംഗീകാരം ലഭിക്കപ്പെട്ട മഹാനാണ്. ഹയാത്ത് കാലത്ത് മഹാനായ CM വലിയുല്ലാഹി മടവൂർ ശൈഖിനെ അറിയാത്ത അന്നും ഇന്നും ലോകത്താരുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ മഹാനായ മടവൂർ ശൈഖ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ തങ്ങളവറുകളെ സമീപിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരികയാണ്. CM വലിയുല്ലാഹി വരുന്നു എന്നറിഞ്ഞപ്പോ നാട്ടിലെ 100 കണക്കായ ആളുകൾ മഹാനവറുകൾ CM വലിയുല്ലാഹിയുടെ കൂടെ മഹാനായ CM വലിയുല്ലാഹിയെ കണ്ടുകൊണ്ട് ദുആയിരപ്പിക്കാനും മന്ദിരിപ്പിക്കാനും തബറുക്കിന് വേണ്ടി വല്ലതും വാങ്ങാനുമൊക്കെ മഹാനവറുകളുടെ വീട്ടിലേക്ക് വന്നു. ആളുകൾ ഒരുമിച്ച് കൂടി മഹാനായ CM വലിയുല്ലാഹിയെ സമീപിച്ച് സങ്കടം പറഞ്ഞ് ദുആയിരപ്പിക്കാൻ വേണ്ടി വന്നപ്പോ അന്ന് CM വലിയുല്ലാഹി പറഞ്ഞു, എന്തിന് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം? ഞാൻ വന്നിരിക്കുന്നത് ഇവിടെയാണല്ലോ. അതുകൊണ്ട് നിങ്ങളും മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദർ തങ്ങളുമായി ബന്ധപ്പെടുകയും മഹാനവറുകളെ കൊണ്ട് ദുആയിരപ്പിക്കുകയും മഹാനവറുകളിൽ നിന്ന് ബറക്കത്ത് വാങ്ങുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു മഹാനായ, ലോകത്ത് തർക്കമില്ലാതെ എതിരില്ലാത്ത ഒരു മഹാനായ വലിയന്റെ അംഗീകാരം ലഭിക്കപ്പെട്ട മഹാനാണ് ഈ ഇരിക്കുന്ന സയ്യിദന്മാരുടെ വന്യപിതാവായ മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദർ അൽ-ബഅലവി തങ്ങളെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. മറ്റൊരു സംഭവം മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞു. ഒരിക്കൽ സിംഗപ്പൂരിലേക്ക് യാത്ര പോവുകയാണത്രേ. നമ്മുടെ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് മഹാനവറുകൾ സിംഗപ്പൂരിലേക്ക് യാത്ര പോയി. അങ്ങനെ സിംഗപ്പൂരിലെത്തിയപ്പോ അവിടെയുള്ള 100 കണക്കായ ആളുകൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും മുഖപരിചയം പോലും ഉണ്ടായിട്ടില്ലാത്ത മഹാനവറുകളെ തങ്ങളെ കാണാൻ, കൈപിടിക്കാനും മുസാഫഹത്ത് ചെയ്യാനും ദുആയിരപ്പിക്കാനും ഒക്കെ ആളുകൾ കൂടിയപ്പോ തങ്ങൾക്ക് മനസ്സിലായില്ല ഇവരെല്ലാവരും എന്താണ് എൻ്റെ പുറകെ കൂടിയിരിക്കുന്നത്. മഹാൻ ചോദിച്ചു അത്രേ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട് എന്ന്? ഞാൻ സിംഗപ്പൂരിലേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അപ്പോഴാണ് ആ നാട്ടുകാരായ അന്ന് അവിടെ കൂടിയിരിക്കുന്ന 100 കണക്കായ ആളുകൾ പറഞ്ഞു, ഒരു മഹാനായ വലിയന്റെ സാന്നിധ്യം ഈ നാട്ടിലുണ്ടായിരുന്നു. ആ മഹാനവകൾ പറഞ്ഞു, അധികം വൈകാതെ കേരളത്തിൽ നിന്ന് ഒരു മഹാനായ സയ്യിദ് ഈ പ്രദേശത്തേക്ക് വരും, സിംഗപ്പൂരിലേക്ക് വരും. നിങ്ങൾ ആ മഹാനെ കണ്ടെത്തുകയും ആ മഹാനുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ തങ്ങളെ സമീപിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിംഗപ്പൂരിലുള്ള ആളുകൾ ഇങ്ങനെ ഒരുപാട് അവിടുത്തെ ആ മഹാനവറുകളുടെ ജീവിതം നമുക്കറിയാം. ഇവിടെ ഒരുപാട് ആളുകൾ അത് പറഞ്ഞു, നാം അറിഞ്ഞു, നാം കേട്ടും എന്നെക്കാൾ കൂടുതൽ അനുഭവത്തിലൂടെ അറിവുള്ള എത്രയോ ആളുകളുടെ ഉണ്ടാകും. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. തഖ്വയുള്ളവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. മഹാനായ സയ്യിദ് അവറുകൾ
മഹാനവറുകളുടെ ചരിത്രം, ജീവചരിത്രം പഠിക്കുമ്പോ സമാന കാലഘട്ടത്തിൽ മഹാനവറുകളെ പോലെ സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള, ദാഖിറായ, ആലിമായ ഒരു സയ്യിദിനെ അന്നുണ്ടാ കാണാൻ പറ്റിയിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. എല്ലാ നിലയിലും അല്ലാഹുവിലേക്ക് തഖ്വയോടുകൂടെ ജീവിച്ച മഹാൻ, അവിടുത്തെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. മഹാനായ റബ്ബ് തആല മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചില്ലേ, യാ മൂസ ഹൽ അമൽത ലീ അമലൻ ഖത്തു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഉണ്ടല്ലോ റബ്ബേ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ സ്വതക്ക ചെയ്തിട്ടുണ്ട്, ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അല്ലാഹു തിരിച്ചു പറഞ്ഞ മറുപടി, മൂസ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഞാൻ ചോദിച്ചത് നിങ്ങൾ എനിക്ക് വേണ്ടി വല്ലതും ചെയ്തോ എന്നാണ്. അങ്ങനെ എന്തൊരു അമലാണെന്ന് അല്ലാഹുവേ നീ തന്നെ എനിക്ക് പറഞ്ഞതാ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അല്ലാഹു തആല ചോദിച്ചത് രണ്ടാമതായി മൂന്നാമതായി പറഞ്ഞത്, ഹൽ വാലൈത ലീ വലിയൻ ഖത്തു, ഹൽ വാലൈത ലീ വലിയൻ ഖത്തു, നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു വലിയനെ, ഈ ദുനിയാവില് ഒരുപാട് ഔലിയാക്കൾ അല്ലാഹുവിനുണ്ട്, നമ്മളെ പോലെ ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉള്ളവരായിരുന്നു അവർ. നമ്മളെ പോലെ സുഖിക്കാനുള്ള, നമ്മളെ പോലെ ആസ്വദിക്കാനുള്ള, നമ്മളെ പോലെ കുടുംബവുമായി അല്ലെങ്കിൽ നാടുമായി അങ്ങനെ ബന്ധപ്പെട്ടിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ആസ്വദിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സുഖങ്ങൾ വെടിഞ്ഞ്, കുടുംബങ്ങൾ വെടിഞ്ഞ്, മറ്റ് പല സൗകര്യങ്ങളും ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അങ്ങനെയുള്ള ഔലിയാക്കളിൽ നിന്ന് ആരെയെങ്കിലും ഹൽ വാലൈത ലീ വലിയൻ ഖത്തു, നിങ്ങൾ ഏറ്റെടുത്തുവോ, നിങ്ങൾ അവരെ ആദരിച്ചുവോ, നിങ്ങൾ അവരെ സമീപിച്ചുവോ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഈ മാട്ടൂലുകാരായ, മാട്ടൂൽ പ്രദേശവാസികളായ മുസ്ലിമീങ്ങളൊക്കെ, മാട്ടൂൽ പ്രദേശവാസികളായിരിക്കുന്ന സഹോദരികൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് അകലങ്ങളിൽ ചെന്ന്, ഒരുപാട് ദൂരങ്ങളിൽ ചെന്ന് യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മഹാനായ വലിയനെ കണ്ടെത്തേണ്ടതിന്റെ ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടേണ്ടതില്ല. നമ്മുടെ വീട്ടിന്റെ പൂമുറ്റത്തെന്ന പോലെ, നമ്മുടെ വീട്ടിന്റെ പൂമുറ്റത്തെന്ന പോലെ ഈ നാട്ടിൽ ഒരുപാട് കാലം സേവനം നൽകിയിരുന്ന, ഈ രാജ്യത്ത് ഒരുപാട് കാലം ദീനീ ഖിദ്മത്ത് നൽകിയിരുന്ന, ഈ നാട്ടുകാരൻ നിയന്ത്രിച്ചിരുന്ന, നയിച്ചിരുന്ന മഹാനായ സയ്യിദ് അവറുകള് അൽ ആരിഫു ബില്ലാഹ്, അൽ ആരിഫു ബില്ലാഹ്, ആരിഫായ, ആലിമായ, ദാക്കിറായ, സ്വാലിഹായ ആ ഒരു മഹാനുഭാവന്റെ തിരു സാന്നിധ്യം തന്നെ ഈ നാട്ടിന്റെ അനുഗ്രഹമാണ്, ഈ നാട്ടുകാർക്ക് അഭിമാനമാണ്. നമ്മുടെ നീറുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കപ്പെടാൻ മഹാനവറുകളുടെ തിരു സാന്നിധ്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അത് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ പ്രിയപ്പെട്ട മക്കള് നമുക്ക് വലിയ ആശ്വാസമാണ്. അവരുടെ മക്കളിലൂടെ അവർ എന്തൊക്കെയെന്ന് ചെയ്തിരുന്നുവോ അതിന്റെ അത്ര പവറില്ല എങ്കിലും ശരി, അവരിലൂടെ മഹാന്മാരിൽ ആ മഹാനിലൂടെ നമുക്ക് കിട്ടിയ സേവനങ്ങള്, നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾ, പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, അതേപോലെ രോഗങ്ങളുടെ മാറ്റങ്ങള് ആ മക്കളിലൂടെ നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടുകാരായ നിരവധി എണ്ണമറ്റ സഹോദരങ്ങളും സഹോദരിമാരും ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാകണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഒരു മഹത്തായ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചത് നിരവധി സഹോദരികൾ, നിരവധി സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് അരി ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്, മാംസം തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മഹത്തായ ഈ പരിപാടി ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ സാധുക്കളായ സഹോദരിമാരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നാലും ഈ സാധുക്കളായ ഞങ്ങളെ പോലെയുള്ളവർ ദുആയിരുന്നാൽ പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് കോടിക്കണക്കായ ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ നാനാഭാഗത്ത്
ലോകത്തുമുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഇന്ന് അവരവരുടെ നീറുന്ന പ്രശ്നപരിഹാരങ്ങൾക്ക് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങളെ പോലെയുള്ള മഹാന്മാരെ തന്നെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ദുആയിരപ്പിക്കണം. ഈ സാധുക്കൾക്ക് വേണ്ടി, ഈ പാവങ്ങൾക്ക് വേണ്ടി, ഈ സഹോദരികൾക്ക് വേണ്ടി എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് ഇങ്ങനെയുള്ള ഒരു മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്ന് കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരാണ് നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ഇസ്സത്തും നമ്മുടെ നിലനിൽപ്പും നമ്മുടെ പ്രശ്നപരിഹാരങ്ങളും അവരിലൂടെയാണ്. മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ